ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനായി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. ബെഞ്ചിൽ വനിതാ ജഡ്ജിയുമുണ്ടാകും. വിശദാംശങ്ങളുമായി കൊച്ചിയിലും രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ആരോപണങ്ങൾ പരിശോധിക്കാനും പരിഗണിക്കാനുമാണ് പുതിയ ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള എല്ലാ കേസുകളും എല്ലാ ഹർജികളും പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ഹർജികൾ നിലവിൽ ഹൈക്കോടതിയുടെ മുൻപിലുണ്ട്. ഈ ഹർജികളും ഇനി വരാനിരിക്കുന്ന ഹർജികളും ഒക്കെ തന്നെ ഈ പ്രത്യേക ബെഞ്ചായിരിക്കും പരിഗണിക്കുക. ഈ പ്രത്യേക ബെഞ്ചിൽ ഒരു വനിതാ ജഡ്ജി ഉണ്ടാകുമെന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മുഹമ്മദ് മുഷ്താഖ് ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നൽകിയ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് ഇത്തരമൊരു തീരുമാനം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ഹർജിക്കാരൻ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൽ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഈ ഗൗരവകരമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിക്കാനായിട്ട് തീരുമാനമെടുത്തത്. അതോടൊപ്പം തന്നെ ഒരു വനിതാ ജഡ്ജി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രണ്ടംഗ ബെഞ്ചാകാനാണ് സാധ്യത, ഏറെക്കുറെ സാധ്യത അങ്ങനെ തന്നെയാണ്. മൂന്നാർ ബെഞ്ചാണെങ്കിലും രണ്ടംഗ ബെഞ്ചാണ്. എന്തായാലും പ്രത്യേകമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് തീരുമാനത്തിലേക്ക് കടക്കാനായിട്ടാണ് ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി, അതായത് കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുതാൽപര്യ ഹർജി അടക്കം ഏകദേശം 4 ഹർജികളാണ് ഉള്ളത്. ക്രൈം നന്ദകുമാർ നൽകിയ ഹർജി, അതോടൊപ്പം തന്നെ പായ്ച്ചിറ നവാസ് നൽകിയ ഹർജി, ഇതടക്കം 4 ഹർജികളുണ്ട്. ഇതിൽ ഒരു ഹർജിയിലായിരുന്നു നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം ഹാജരാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടതും അന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്, ഗൗരവകരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ കേസെടുക്കുവാൻ സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച് നിലപാട് അറിയിക്കണമെന്നും അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് വീണ്ടും 3ഓളം ഹർജികൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇതൊരു പ്രത്യേക രൂപീകരിച്ചുകൊണ്ട് തന്നെ ഈ ഹർജികളെല്ലാം മാറ്റാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നാൾക്ക് നാൾ കൂടുതൽ ലൈംഗിക അതിക്രമം സംബന്ധിച്ചുള്ള പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്, കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഹൈക്കോടതിയിലേക്കും നിയമവ്യവഹാരം കടന്നേക്കും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് പ്രത്യേക വിഷയമായിട്ട് പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക ബെഞ്ചിലേക്ക് മാറ്റിക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.